സെറിബ്രൽ പാൽസി ബാധിതനായ 19-കാരൻ്റെ പൈലോഡിനാൽ സൈനസ് വിജയകരമായി നീക്കം ചെയ്തു. തൊടുപുഴ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജിലാണ് വിജയകരമായി ചികിത്സ നടത്തിയത്. ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഷോയിലെ സെലിബ്രിറ്റി താരമായിരുന്ന ആസിഫ് ജന്മന സെറിബ്രൽ പാൾസി എന്ന രോഗബാധിതനാണ്. നട്ടെല്ലിന്റെ താഴ്ഭാഗത്തുണ്ടായ മുഴ മൂലമുള്ള വേദന മൂലം വിവിധ ആശുപത്രികൾ കയറിയിറങ്ങുകയും അവിടെ നിന്നും തൊടുപുഴ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തുകയും വിവിധ പരിശോധനകൾക്ക് ശേഷം പൈലോനിഡൽ സൈനസ് നീക്കം ചെയ്യുന്നതിനുള്ള സർജറി നിർദ്ദേശിക്കുകയും ചെയ്തു. സർജറി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ എം.ആർ. രാമൻ, പൾമണോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ ബോണി പി. ജെയിംസ്, ഡോക്ടർ രാഹുൽ ഡി. ഉലഹനാൻ, അനസ്തേഷ്യ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ കുഞ്ഞമ്മ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ 1 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരാഴ്ചയ്ക്കകം രോഗി പൂർണ്ണമായി സുഖപ്പെടുകയും ആശുപത്രി വിടുകയും ചെയ്തു. എനിക്ക് ഈ അസുഖം തുടങ്ങിയിട്ട് 6-7 മാസമായി. അത് ചെറിയൊരു മഴ പോലെ വന്നു, പിന്നെ അത് പൊട്ടി. ഇവിടെ കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചു, ആയുർവേദത്തിൽ. അല്ലാതെ ചെറിയ ചെറിയ നാടൻ ചികിത്സയൊക്കെ ചെയ്ത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ച് നിന്നു. കൊറോണയൊക്കെ ആയതുകൊണ്ട് പിന്നെ ആശുപത്രിയിലൊക്കെ വരാൻ മടിയായിരുന്നു. അപ്പോൾ ഇത് കുറവില്ല എന്ന് പറഞ്ഞിട്ട് പേടി കാരണം വന്നു. സർജറി ചെയ്ത് തരണമെന്ന് രാമൻ ഡോക്ടർ പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ ദൈവത്തിൻ്റെ കൊണ്ടൊരു കുഴപ്പമില്ലാതെ കിട്ടി. നല്ല സുഖമായി. ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത ഇവിടുത്തെ നഴ്സുമാരോടും ഡോക്ടർമാരോടും ഒത്തിരി നന്ദിയുണ്ട്. VBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. 1 India 1 Gold Rate. ഇതാണ് മലബാർ പ്രോമിസ്.